ഹലോ ഗൈസ്, ഞാൻ വീണ്ടും വന്നിട്ടോ. ഗൈസ്, ഇന്നത്തെ നമ്മുടെ ടെക് പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഒരു കിടിലൻ ഫോണാണ്. ഓക്കെ, ആ ഫോണിന്റെ പേര് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പൊളങ്കിതരായി പോകും. ഗൈസ്, ഈ ഫോണിന്റെ പേര് വേറൊന്നുമല്ല, OnePlus N6 5G. ഓക്കെ, അതാണ് ഈ ഫോണിന്റെ പേര്. ഇതിന്റെ ബെസ്റ്റ് റിവ്യൂ, ബെസ്റ്റ് ഫീച്ചേഴ്സ് ആൻഡ് അതൊക്കെയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോ കൂടി. അപ്പൊ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത എന്റെ വീഡിയോ ആണെങ്കിൽ ഡു സബ്സ്ക്രൈബ് ഗൈസ്. ഓക്കെ, അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വീഡിയോ കമോൺ ഗൈസ്, ലെറ്റ്സ് ഗോ. ഗൈസ്, ഈ OnePlus N6 5Gന്റെ ഫീച്ചറോട് കിടക്കുക എന്ന് പറഞ്ഞാൽ ഈ ഫോണിന്റെ എന്തായിരുന്നു ഡിസ്പ്ലേ ഇല്ലേ ഗൈസ്, ഡിസ്പ്ലേ സൈസ് തന്നെ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, 6.8 ഇഞ്ചിന്റെ HD+LCD ഡിസ്പ്ലേ ആണ്. ഓക്കെ, നോർമൽ 6.8 ഇഞ്ച് HD+LCD ഡിസ്പ്ലേ. ഓക്കെ, നോർമൽ ഡിസ്പ്ലേ, AMOLED ഒന്നുമില്ല. ഓക്കെ, സെറ്റ് അല്ലേ ഗൈസ്? പിന്നെ ഗൈസ്, രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, റിഫ്രഷ് റേറ്റ്. ഗൈസ്, ഈ ഫോണിന്റെ റിഫ്രഷ് റേറ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എല്ലാ ഫോണുകളും അല്ലേ പോലെ തന്നെ 120 Hz 120 Hz ആണ് ഗൈസ് ഈ ഫോണിന്റെ റിഫ്രഷ് റേറ്റ്. OnePlus N6 5Gന്റെ റിഫ്രഷ് റേറ്റ് ആണ് 120 Hz. ഓക്കെ, സെറ്റ് അല്ലേ ഗൈസ്? പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഗൈസ്, ഈ ഫോണിന്റെ ബാറ്ററി ആണ്. ഈ ഫോണിന്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ കുറച്ച് സീനാണ്, കുറച്ച് കിടിലാണ്. ഓക്കെ, OnePlus N6 5Gന്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ 8000 mAh ഒരു കിടിലൻ ബാറ്ററിയാണ് ഗൈസ് വരുന്നത്. ഓക്കെ, 8000 mAh 8000 mAh ഒരു കിടിലൻ ബാറ്ററിയാണ് ഗൈസ് ഈ ഫോൺ വരുന്നത്. സെറ്റ് അല്ലേ ഗൈസ്? പിന്നെ ഗൈസ്, അടുത്തെന്ന് പറഞ്ഞാൽ ഗൈസ്, ഈ ഫോണിന്റെ പ്രോസസ്സറാണ്. ഗൈസ്, ഈ ഫോണിന്റെ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒക്ടാ കോർ മീഡിയടെക് അയ്യോ ഗൈസ്, എന്തായിരുന്നു? ഒക്ടാ കോർ മീഡിയടെക് Dimensity 6360 ചിപ്സെറ്റ്. അതാണ് ഗൈസ് ഈ ഫോണിന്റെ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ. ഒക്ടാ കോർ മീഡിയടെക് Dimensity 6360 ചിപ്സെറ്റ് ആണ് OnePlus N6 5G വരുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ ഗൈസ്? അതാണ് ഈ ഫോണിന്റെ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ. പിന്നെ ഗൈസ്, അടുത്തെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ ഫോണിന്റെ സോഫ്റ്റ്വെയർ ആണ് ഗൈസ്. ഈ ഫോണിന്റെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ഗൈസ്, എന്തായിരുന്നു ഗൈസ് ഈ ഫോണിന്റെ സോഫ്റ്റ്വെയർ? സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ OS ബേസ്ഡ് ഓൺ Android 16. അതാണ് ഗൈസ് ഈ ഫോണിന്റെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, എന്തായിരുന്നു? അയ്യോ ഗൈസ്, എന്താ ഞാൻ നേരം മറന്നു? ഞാനിപ്പോൾ പറഞ്ഞല്ലേ ഗൈസ്, എന്തായാലും സോഫ്റ്റ്വെയർ ഓക്സിജൻ OS ബേസ്ഡ് ഓൺ Android 16. നമ്മുടെ Android 16 ഉണ്ടായ സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വന്നേക്കുന്നത്. ഓക്കെ, അതിൽ നിന്ന് ഒരു സംശയവും ഒരു പേടിയും വേണ്ട. ഓക്കെ, സെറ്റ് അല്ലേ ഗൈസ്? പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ കഴിഞ്ഞു. പിന്നെ ഇത് ഗൈസ്, റാം ആൻഡ് സ്റ്റോറേജ്. ഗൈസ്, ഈ ഫോണിന്റെ റാം ആൻഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ 4GB ആൻഡ് 6GB റാം ആണ്. പിന്നെ 128 GB ആണ് ഇന്റേണൽ സ്റ്റോറേജ്. ഓക്കെ, അതാണ് മെയിൻ. സെറ്റ് അല്ലേ ഗൈസ്? പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഗൈസ്, ഇതിന്റെ കൂളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞില്ലേ ഗൈസ്, 5300 5300 ഹൈവേ പ്രൈസ്ഡ് ഇന്റൻസ് കൂളിംഗ് ആണ് ഗൈസ് ഈ ഫോണിൽ തന്നെ എന്ന് പറഞ്ഞാൽ. ഓക്കെ, കൂളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ 5300 ഹൈവേ പ്രൈസ്ഡ് കൂളിംഗ് ആണ് ഈ OnePlus N6 5G വരുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ ഗൈസ്? സെറ്റാണ്. പിന്നെ ഒരു ലൈക്ക് അടിച്ചോ അങ്ങോട്ട്. പിന്നെ ഗൈസ്, അടുത്തെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എല്ലാവരും മെയിൻ ആയിട്ട് നോക്കുന്ന ഒരു സാധനമുണ്ട് ഗൈസ്, ചാർജിങ്. ഗൈസ്, ഈ ഫോണിന്റെ ചാർജിങ് എന്ന് പറഞ്ഞാൽ 45 വാട്ടിന്റെ ഗൈസ്, 45 വാട്ടിന്റെ VOOC. ഓക്കെ, വോക്ക് പവർഫുൾ ചാർജിങ് ആണ് വരുന്നത്. ഓക്കെ, 45 വാട്ടിന്റെ പവർഫുൾ ചാർജിങ് ആണ് ഗൈസ് ഈ ഫോണിൽ വരുന്നതെന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നെ IP68 IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ആണ് ഈ ഫോൺ. ഓക്കെ, അതൊക്കെയാണ് ഗൈസ് ഈ ഫോണിലെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതൊക്കെയാണ് ഈ ഫോണിൽ പ്രധാനപ്പെട്ടായിട്ട് നോക്കിയ സംഭവങ്ങൾ ഇതൊക്കെയാണ് ഗൈസ്. ഓക്കെ, നല്ലൊരു ഫോണാണ്. പിന്നെ ഗൈസ്, അവസാനം എന്ന് പറഞ്ഞാൽ ഈ ഫോണിന്റെ പ്രൈസ് ആണ് ഗൈസ്. ഈ ഫോണിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, OnePlus N6 5Gന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 23,000 രൂപയുള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ ഗൈസ്, 23,000 ഓൺലി. ജൂൺ 30 ഈ ഫോൺ റിലീസ് ചെയ്തത്. ഇപ്പൊ ജൂലൈ 2026 ഈ ഫോൺ റിലീസ് ആക്കിയത്. ഓക്കെ, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഈ ഫോൺ നല്ലൊരു ഫോണാണ്, ബഡ്ജറ്റിന് പറ്റിയ ഫോണാണ്. പക്ഷേ അവർക്ക് AMOLED ഡിസ്പ്ലേ കൊടുക്കാമായിരുന്നു. പക്ഷേ 23,000 രൂപയുണ്ടായി ഒരു AMOLED കൊടുക്കാതിരുന്ന സാധാരണ HD+LCD ഡിസ്പ്ലേ ഫോണിലേ കൊടുത്തുള്ളൂ. അതൊക്കെ ഇപ്പോൾ പഴയ എല്ലാ ഫോണുകളും ആ ഡിസ്പ്ലേക്ക് തന്നെ വരുന്നത്. എന്തായാലും ഞാൻ പറയുന്നത് ഇത് നല്ലൊരു ഫോൺ, ഒരു നോർമൽ ഫോണാണ് ഞാൻ പറയുള്ളൂ. ഭയങ്കര അടിപൊളി ഈ ആ ബഡ്ജറ്റിന് എടുക്കാൻ പറ്റും കിടിലൻ ഫോൺ അങ്ങനെ ഒരിക്കലും പറയത്തില്ല. ഒരു നോർമൽ ഫോണായിട്ട് ഞാൻ പറയുള്ളൂ ഈ ഫോണിന്. ഓക്കെ,
അപ്പം എനിക്കിത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ തോന്നി, അതാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ അപ്പോൾ ഗൈസ് ഈ ഫോണിനെ പറ്റിയുള്ള ഇത്രയുള്ളൂ, ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ആയിട്ട് വന്നത്. ഇത് എടുക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഞാനൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ നല്ല നല്ല കിടിലൻ ഫോണുകളുണ്ട്. അപ്പോൾ ഈ ഫോൺ എടുക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും വേണ്ട. കാരണം ഇതിനേക്കാളും താഴ്ന്ന പ്രൈസ് റേഞ്ചിലും ഇതിനേക്കാൾ ഒരു 30,000 രൂപ ചിലവാക്കിയ 30,000 രൂപക്കാണെങ്കിലും നിങ്ങൾക്ക് കുറേ നാൾ ലൈഫ് ലോങ് കുറേ നാൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ കിടിലൻ ഫോണുകൾ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒരു ഇവരെ LCD പണ്ടത്തെ ഫോണുകൾ ഡിസ്പ്ലേ ആണ്, അതൊക്കെയാണ് ഈ സാധനത്തിൽ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഫോൺ എടുക്കണമെന്ന് എനിക്ക് വലിയ യോജിപ്പും തയ്യാറെടുപ്പൊന്നും ഒന്നുമില്ല ടൈസ്. ഓക്കെ, നിങ്ങൾ നല്ലോണം നോക്കിയിട്ട് എൻ്റെ വേറെ വീഡിയോസ് ഞാൻ നല്ല ഫോണെ പറ്റി പറയാനുണ്ട്, അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിച്ചാൽ മതി. ഈ ഫോൺ എടുക്കണമെന്ന് ഞാൻ വലിയ സജഷൻ ഒന്നും ചെയ്യണില്ല. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നല്ല നല്ല ടെക് വീഡിയോസ് വീണ്ടും വരുന്നേക്കും. ഇറ്റ്സ് മിസ് ആവിയോ സൈനിങ് ഔട്ട് ഗൈസ്, ബൈ.